ഹായ് ഡിയേഴ്സ്, നമ്മുടെ ഇന്നത്തെ റെസിപ്പി കൂഴാണ്. കൂഴെന്ന് പറഞ്ഞാൽ നമ്മുടെ തമിഴ്നാട്ടുകാരുടെ ഒരു പ്രധാന പാനീയമാണ്. അവരത് ബ്രേക്ക്ഫാസ്റ്റായിട്ടും അല്ലാതെയൊക്കെ ഉപയോഗിക്കുന്നതാണ്. ഇത് കൂടുതലായിട്ടും ചൂടുകാലത്താണ് ഉണ്ടാക്കി കഴിക്കണത്. ഇത് നമ്മുടെ റാഗി കൊണ്ടാണ് ഉണ്ടാക്കണത്. അപ്പോൾ നമ്മളും അത് ഉപയോഗിക്കാറുള്ളതാണ്. അപ്പോൾ നമുക്കിനി കൂഴുണ്ടാക്കണം എങ്ങനെയാണെന്നൊന്ന് നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഒരു 3/4 കപ്പോളം റാഗിപ്പൊടി ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് അത്ര തന്നെ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കണം. കട്ടകളൊന്നും ഇല്ലാതെ ഒന്ന് കലക്കിയെടുക്കാം. ഞാനൊരു 1/4 കപ്പ് റാഗിപ്പൊടിയും കൂടി എടുക്കുന്നുണ്ട്. അത് നമുക്ക് അത്ര വെള്ളം ഒഴിച്ചിട്ടൊന്ന് നന്നായിട്ട് കലക്കിയെടുക്കാം. ഒട്ടും കട്ടയില്ലാതെ തന്നെ ഇത് ഇളക്കിയെടുക്കണം. അപ്പോൾ നമുക്ക് ആവശ്യമെങ്കിൽ നമ്മുടെ കൈ കൊണ്ട് തന്നെ ഒന്ന് ഇളക്കിയെടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് തന്നെ ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഞാനിനി ഒരു പാനിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതൊന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ വെള്ളമൊക്കെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഈ മിക്സ് ഒന്ന് ഒഴിച്ച് കൊടുക്കാം. ഇത് ഒഴിച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ കട്ട പിടിക്കും. തീ വളരെ കുറച്ചിട്ട് വേണം ഇത് ചെയ്യാൻ. ഇപ്പോൾ വേഗം തന്നെ ഇത് കുറുകി വരുന്നുണ്ട്. ഇതിപ്പോൾ നന്നായിട്ടൊക്കെ ആയി വന്നിട്ടുണ്ട്. നല്ല കട്ട പോലെ ആകുന്നുണ്ട്. നമുക്കിതിനി ഓഫ് ചെയ്യാം. ഇനി ഇതൊന്ന് നമുക്ക് തണുക്കാൻ വേണ്ടി വയ്ക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ടൊക്കെ തണുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഓരോ ഉരുളകളാക്കിയിട്ട് നമുക്കെടുത്ത് ഒരു പാത്രത്തിലേക്ക് വയ്ക്കാം. കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ കുറച്ച് വെള്ളം ഞാൻ കയ്യിൽ തൂത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉരുളയാക്കിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, അങ്ങനെ തന്നെ ഇട്ടാലും മതി. ഞാനൊരു മൺപാത്രത്തിലേക്കാണ് ഇത് വയ്ക്കണത്. അതാണ് കൂടുതൽ നല്ലതെന്നാണ് പറയണത്. ഇനി ഇതുപോലെ എല്ലാം നമുക്ക് ഇതിലേക്ക് വയ്ക്കാം. ഇപ്പോൾ എല്ലാം ഞാൻ ഈ ചട്ടിയിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് നേകയ്ക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇത് ഇടുമ്പോൾ വെള്ളത്തിൽ മുങ്ങി കിടക്കണം. അതുപോലെ ഇനി നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. ഇതിപ്പോൾ രാത്രിയാണ് ഞാനിത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇനി രാവിലെ ഞാനിത് എടുക്കും. ഇതിപ്പോൾ ഞാൻ തുറന്നെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. കുറഞ്ഞതൊരു 8 മണിക്കൂറെങ്കിലും ഇതിങ്ങനെ ഇരിക്കണം എന്നാണ്. നമ്മുടെ കൈ കൊണ്ട് തന്നെ ഇത് നന്നായിട്ട് ഒന്ന് കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം.
ഇപ്പം നന്നായിട്ടൊക്കെ അത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് തൈരും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് ഇതൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. കുറച്ച് ചെറിയ ഉള്ളിയും കൂടി നമ്മളിതിൽ അരിഞ്ഞിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അത് മിസ്സായിപ്പോയതാണ്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും 2 പച്ചമുളകും ഒക്കെ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇതിലിപ്പോൾ മല്ലിയില ഞാൻ കുറച്ച് ഇട്ടിട്ടുള്ളൂ കേട്ടോ. ഇഷ്ടമാണെങ്കിൽ കൂടുതലിടാം. ഇപ്പം നമ്മുടെ കൂഴ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഈ ചൂടിന് കഴിച്ചാൽ വളരെ നല്ലതാണ്. അപ്പോൾ കാരണം ഇതിൽ നമ്മുടെ ശരീരത്തിന് നല്ല തണുപ്പ് കിട്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.